ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പെട്ടെന്ന് നടന്നൊക്കെ പോകാൻ പറ്റുമല്ലേ. പക്ഷേ ആ സ്ട്രീറ്റ് ലൈറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടുപോയെന്ന് വിചാരിച്ചോ, നമ്മളെങ്ങനെ നടക്കും? ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലേ. അപ്പോൾ ഈ ഇരുട്ടത്ത് നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊരു ചെറിയൊരു ടോർച്ചെങ്കിലും കരുതിയിരിക്കണം അല്ലേ. അപ്പം നമ്മൾ തട്ടി വീഴാതെ നമുക്ക് നടക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിലൊരു പാഠം തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ ആരാണോ സംരക്ഷിക്കുന്നത് അവരുടെ സംരക്ഷണയിൽ നമ്മൾ സമാധാനമായി എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മൾക്ക് ജീവിതം വഴിമുട്ടിയ അവസ്ഥ വരാം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കയ്യിൽ ഇതുപോലെ ഒരു ചെറിയൊരു ടോർച്ച് എപ്പോഴും കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ അരി, ചോറ്, തേങ്ങ, ഇത്തിരി പഞ്ചസാര, ഈസ്റ്റ്. അപ്പോൾ അരി വൃത്തിയായിട്ട് കഴുകി എല്ലാ അഴുക്കും മാറ്റിയിട്ടാണ് നമ്മൾ ഇടേണ്ടത്, കാരണം ഇനിയൊരു കഴുകലില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അത്യാവശ്യം മാത്രം വെള്ളം ഒഴിച്ചിട്ട് രാത്രി മൂടിയോടെ വെച്ചേക്കും. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം മൊത്തത്തിൽ ചിലപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റില്ല, കൂടിപ്പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈസ്റ്റിൻ്റെ ആ വെള്ളത്തിൽ ഈസ്റ്റ് കുറച്ച് പോകും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് അത്യാവശ്യം വെള്ളം മാത്രമെന്ന് പറഞ്ഞാൽ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുതിരാൻ ഇങ്ങനെ അത്യാവശ്യം മീതയിൽ ഇങ്ങനെ ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് ഞാനതവിടെ മൂടി വെച്ച്. ഇത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു റെസിപ്പി തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാനിത് വെള്ളയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ വട്ടയപ്പത്തിന് കുറച്ചധികം പഞ്ചസാര വേണം. അത്രയും പഞ്ചസാര നമ്മളിപ്പോൾ ഇതിൽ ഇടരുത്. ആദ്യമേ രാത്രി തന്നെ ആ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര പുളിയായി പോകും. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പഞ്ചസാരയാണ് ഇട്ടേക്കണം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ബാക്കി പഞ്ചസാര അടുത്ത ദിവസം നമ്മൾ അരക്കുമ്പോഴാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇപ്പം ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയാണ്. ഇവിടെ നമ്മളുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കം പോലെ ഭയങ്കര വഴിയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കണേ. നമ്മളുടെ ഗ്രൗണ്ടെല്ലാം വെള്ളത്തിൽ പോയി. നമ്മളുടെ വീട്ടിലൊന്നും പ്രശ്നമില്ല, നമ്മളുടെ വഴികളിലും പ്രശ്നമില്ല. പക്ഷേ എറണാകുളത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളപ്പൊക്കം പോലെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് മഴ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ. ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും മഴയുണ്ട് ഇവിടെ. അപ്പോൾ രാവിലെ ഇതെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ പതഞ്ഞിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലെടുത്തിട്ട് അരക്കുക, എല്ലാം വെള്ളം ഒട്ട് കളയാതെ അരച്ചെടുക്കുക. അപ്പോൾ ഈ വട്ടയപ്പത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത്തിരി ഏലക്കയും പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. ഏലക്ക മാത്രമായാലും കുഴപ്പമില്ല. ഇന്ന് ഞാനിപ്പോൾ ഇത്തിരി പെരിഞ്ചീരകവും കൂടിയിട്ട് ചേർത്ത് കൊടുത്ത്. പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കണ ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കപ്പ് 250 ml, അതായത് 1/2 കിലോ അരിയാണ് കേട്ടോ. പച്ചരി 1/2 കിലോയാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര, അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി, അതൊരു മീഡിയം മധുരം. ആ മധുരം ഒട്ടും കൂടുതലുമില്ല കുറവുമില്ല എന്നുള്ളൊരു മധുരമാണ് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 12 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. ഇത്തിരി മധുരം കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പത്തിന് ടേസ്റ്റ് കാണൂല. ഇനി അഥവാ മധുരം കുറവ് മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി. അതിലും താഴെ പോയാൽ അപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിത് അരച്ച് വെച്ച് ഒന്ന് വായിൽ വെച്ച് അതിൻ്റെ ഒരു മധുരം നോക്കുമ്പോൾ ഇത്തിരി കൂടുതൽ നിൽക്കണം, എന്നാലാണ് അപ്പം വെന്ത് ഇങ്ങനെ വീർത്ത് വരുമ്പോൾ അത് പാകത്തിനായിട്ട് വരണത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പത്തിൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്കിത് വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്ന് പറയില്ല, അതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്തേക്ക് ഏലക്കയും ചേർക്കണ്ട, പെരിഞ്ചീരകം ചേർക്കാം, നല്ലതാണ്. പിന്നെ പഞ്ചസാരയും ചേർക്കണ്ട, കാരണം നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര. പിന്നെ ഉപ്പ് ഞാൻ തലേദിവസം ഇടൂല കേട്ടോ. ഉപ്പ് ഈ കൂട്ടത്തിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. തലേദിവസം ഇടുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുള്ളൂ. ഇപ്പോഴാണ് ഉപ്പിടുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. എന്നിട്ട് ഞാനൊന്ന് അരച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്കിത്തിരി വെള്ളം ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ. അതൊഴിച്ചപ്പോൾ വെള്ളം കൂടിയ പോലെ തോന്നി. അപ്പം ഞാൻ ഒരു 1/2 കപ്പോളം അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത്. അപ്പോൾ ടോട്ടലി ഞാൻ 13 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ലൂസായിട്ടിരിക്കണില്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു പൊടിയൊക്കെ ചേർത്തിട്ട് രണ്ടാമത് ഞാൻ കലക്കി വെച്ച് അത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നു. പിന്നെ നമ്മൾ ഈ തട്ട് നല്ലതായിട്ട് തന്നെ നെയ്യിൽ തന്നെ ഗ്രീസ് ചെയ്തിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ ഈ മാവ് ഇങ്ങനെ ഇളക്കാതെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എന്നല്ല, അതിൻ്റെ മീതയിലുള്ള പത അങ്ങോട്ട് ഇട്ട് കൊടുക്കണം നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. ഇപ്പോൾ എനിക്ക് 3 അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 അപ്പം രാവിലെയും വൈകിട്ടും ഒക്കെ നമുക്ക് ചായക്ക് എടുക്കാൻ രാവിലെ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ളൊരു പണിയപ്പോൾ ഒഴിഞ്ഞ് കിട്ടി എനിക്ക്. അങ്ങനെ അപ്പം 3ഉം ആയി വന്നു. പിന്നെ നമ്മുടെ ഇൻഡസ് വാലിയുടെ സ്റ്റീമറാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈ തട്ടുള്ളതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ സ്റ്റീമറാണ്. ഈ പാറ്റേണിൽ തന്നെയുള്ള ചെറിയ സ്റ്റീമറും ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ അപ്പം ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ഇതുപോലെയുള്ള തട്ടോടുകൂടി. അപ്പോൾ 2 തട്ടാണ് ഇതുപോലെയുള്ളത്. പിന്നെ ഒരെണ്ണം സ്റ്റീമർ തട്ടുണ്ട്, പിന്നെ 2 എണ്ണം ഇഡ്ഡലിയുടെ തട്ടുണ്ട്. അങ്ങനെ 5 തട്ടോട് കൂടിയിട്ടാണ് ചെറിയ സ്റ്റീമറും വലിയ സ്റ്റീമറും വരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലെയുള്ളവർ ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് തന്ന സപ്പോർട്ട് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയാണ് ഓരോ കമൻറ്റ് ഞാൻ വായിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. ആരാണെന്ന് പോലും എനിക്കറിയില്ലാത്ത ആളുകൾ സ്വന്തം കുടുംബത്തിലവരങ്ങത്തെ പോലെ കണ്ട് എത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, ഇത്രയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ന് വെച്ചാൽ സന്തോഷക്കണ്ണുനീരായിരുന്നു ശരിക്കും കമൻസ് കണ്ടിട്ട്. പപ്പ എല്ലാ കമൻസും വായിച്ചായിരുന്നു കേട്ടോ. കാരണം ഞാൻ പപ്പയുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു, പപ്പ എന്നെ കാണാൻ കൊള്ളൂലെന്ന് പറഞ്ഞ് എന്ന ആളുകളുടെ മുന്നിൽ ഞാൻ സുന്ദരിയാണെന്ന് പറയാൻ ഒരുപാട് പേര് ഉണ്ടെന്ന് എപ്പോഴും പപ്പയുടെ അടുത്ത് ഇങ്ങനെ ഞാൻ പണ്ടേ തന്നെ ഇങ്ങനെ കമൻസ് കാണുമ്പോൾ ചേച്ചി സുന്ദരിയാണെന്നുള്ള കമൻസ് കാണുമ്പോൾ ഞാൻ അതൊക്കെ പറയുമ്പോൾ പപ്പയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർ തന്നെയാണ്. അപ്പോൾ അതിലും എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മഴയൊക്കെ അല്ലേ, മഴയത്ത് എന്താ ഉണ്ടാക്കുക? കാരണം നമുക്കൊന്നും ഇപ്പം മീനൊക്കെ ചത്ത് പൊങ്ങിയേക്കുന്നതുകൊണ്ട് തന്നെ മീൻ നല്ല മീനാണോ കൊണ്ടുവരണേ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഷാജിക്കൊക്കെ നല്ല മീൻ കിട്ടിയാലേ കൊണ്ടുവരുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മളെ പറ്റിക്കാനൊന്നും കൊണ്ടുവരില്ല. പക്ഷേ ഷാജിയൊന്നും വരണില്ലെങ്കിൽ അതുകൊണ്ട് ഒന്നുമില്ല വെക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് പനീർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പനീർ മസാല, റിച്ചാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞ പനീർ മസാല ഉണ്ടാക്കും, ഇത് ബട്ടർ പനീർ വേണ്ട, അവനിഷ്ടമല്ല, ഞാൻ ഉണ്ടാക്കുന്ന ബട്ടർ പനീർ അവനിഷ്ടമില്ലാത്തതുകൊണ്ടാണ് പനീർ മസാല എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ചേർത്തിട്ട് പനീർ ആദ്യം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ്. അതിനുശേഷം ഈ ഒരു മസാലപ്പൊടി ഉണ്ടാക്കാനായിട്ട് മുഴുവൻ മല്ലി, മുഴുവൻ ജീരകം, പെരുംജീരകവും ചെറിയ ജീരകവും, മുഴുവൻ ജീരകം 2 ജീരകങ്ങളും എടുത്ത് 1/2 ടീസ്പൂണൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കുരുമുളക്, പട്ട, ഏലക്ക, കറയാമ്പ്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ബട്ടർ പനീർ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബട്ടർ മസാല പനീർ മസാല ഞാൻ അവൻ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണേ. പക്ഷേ ഈ പനീർ മസാല ഞാൻ നേരത്തെ ഒരു 3-4 തവണ ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയൊരു സംഭവമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു റെസിപ്പി, ഹെബ്ബാസ് കിച്ചണ, അവരുടെ ഒരു ധാബ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അതെടുത്തിട്ടാണ് ഈ ചെയ്യണത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല അടിപൊളിയായിരിക്കും എന്ന് തോന്നി ഞാനിത് കഷ്ടപ്പെട്ട് മുഴുവൻ മസാലയൊക്കെ വറുത്ത് പൊടിക്കാനൊക്കെ നിന്നതേട്ടോ. അല്ലെങ്കിൽ ഈ പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. എന്നിട്ട് അത് പൊടിക്കാനായിട്ടുള്ളത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇത്തിരി സൺഫ്ലവർ ഓയിൽ, അത് വെജിറ്റബിൾ ഓയിലും നെയ്യും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പനീർ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടിട്ട് ആ സമയത്ത് അതിനകത്തേക്ക് ഇടാനുള്ള സവാള നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് അപ്പോൾ ആ പനീർ 2 സൈഡും ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതിന് ടൈം എടുക്കും. പനീർ മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ആ നേരത്ത് ഇത് ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആകുന്നില്ലല്ലോ. അപ്പോൾ നേരത്തെ എല്ലാം ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ചോപ്പർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിതിൻ്റെ ഐഡിയ കണ്ടുപിടിച്ച് ഇതിങ്ങനെ വെച്ചതാ അപ്പം തന്നെ വലിക്കണം. അല്ലാതെ നമ്മളത് വെച്ചിട്ട് മൂടി കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ അവിടെ
പിടിച്ചിരിക്കും, പിന്നെ കറങ്ങൂല. ഇത് നമ്മൾ മൂടി കറക്റ്റായിട്ട് ഇങ്ങനെ വെറുതെ മൂടി പൊങ്ങിയേ നിൽക്കുള്ളൂ, അതിനോട് ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അവിടെ അത് പിടിക്കണത്. അപ്പോൾ ചേർക്കരുത്, അല്ലാതെ തന്നെ വലിക്കുമ്പോൾ അതൊന്ന് ചോപ്പാകുമ്പോൾ നമുക്കതിനകത്തേക്ക് മൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ തോന്നി എനിക്ക്, അതൊരു ഐഡിയ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത് കോരി മാറ്റിയിട്ട് ഇത്തിരി നെയ്യിട്ടിട്ട് ഒരു ബേ ലീഫും ഒരു പട്ട, ഒരു ചെറിയൊരു കഷ്ണം പട്ടയും 2 കറിയാകുമ്പോൾ 2 ഏലക്കയൊക്കെ ഇട്ടിട്ട് സവാളയും കൂടി ഇട്ടിട്ട് അത് നിറം ഏകദേശം മാറുന്ന വരെ ഒന്ന് വഴറ്റണം. അപ്പോൾ ആ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് ഞാൻ മറന്നു പോയായിരുന്നു, പിന്നീടായിട്ടത്. ഈ ഒരു സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്കിതിനകത്ത് പൊടിയായിട്ടരിഞ്ഞ തക്കാളി ചേർക്കണം. അതും ഇതുപോലെ തന്നെ മൂടി അങ്ങോട്ട് വെച്ചതാ വലിക്കണം, എന്നിട്ട് മാത്രം മൂടി കറക്റ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മസാലകൾ പൊടിച്ച് എടുത്തില്ലേ, അത് ആദ്യം ഇടുക. പിന്നെ അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി കേട്ടോ. ഈ 3 പൊടി, കാരണം ഗരം മസാലയൊക്കെ നമ്മൾ പൊടിച്ച കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതിനകത്തേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാൻ മറന്നു, ഈ സമയത്താണ് ഓർത്തത്. അപ്പോൾ ആ സമയത്ത് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പച്ച മാറണം, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ടിട്ട് നല്ല വെന്ത് വരുന്നിടം വരെ, എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് അതിനെ വേവിച്ച് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർക്കേണ്ടത്. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി, തൈരൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർക്കണമായിരുന്നു നല്ലത്. എൻ്റെ മടി കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത്. അപ്പോൾ ബീറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ കട്ടയില്ലാതെ അങ്ങോട്ട് കിടക്കട്ടെ. ഇതിപ്പോൾ കട്ട മാറ്റി നമ്മൾ ഒന്നാക്കിയെടുക്കണം. എന്നിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഈ സമയത്ത് ഒരു ഇത്തിരി ഗരം മസാല ചേർത്ത് കൊടുത്തു കേട്ടോ. ഗരം മസാല, ഇത്തിരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ലൂസാക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യണം. എന്നിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ പനീറിട്ട് 1-5 മിനിറ്റ് തിളപ്പിച്ചിട്ട്, മെയിനായിട്ട് ഇടേണ്ട ഒരു സംഭവമാണ് കസൂരി മേത്തി, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇത് ഇരുന്നിട്ട് നന്നായിട്ട് കട്ടയാകും, അതുകൊണ്ട് ഇത്തിരി ലൂസാക്കണം. ഞാൻ ആദ്യം വെച്ചപ്പോൾ തുറന്ന് നോക്കി കട്ടയായിട്ട് ഇരുന്നേച്ച്, പിന്നെ ഞാൻ അതിനകത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസ് ആക്കിയെടുക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ലൂസ് പരുവത്തിലെടുക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഈ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. കാരണം ചെറിയ ജീരകമൊക്കെ ഇത്തിരി അധികം ചേർക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ജീരകമൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഈ റെസിപ്പി ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ കറി ആദ്യം ഉണ്ടാക്കി മാറ്റിയിട്ടാണ് പിന്നെ ഇതിന് ഗീ റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യിൻ്റെ അകത്ത് സവാളയും നട്ട്സ് റൈസിൻസ് എല്ലാം വറുത്ത് കോരി മാറ്റാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണില്ല, അത് ഗാർണിഷ് ചെയ്യാനായിട്ട് തന്നെ മീതയിലിട്ട് കൊടുക്കാനായിട്ട് ഞാനിതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യിട്ട് മുഴുവൻ മസാല എല്ലാം പൊട്ടിച്ചതിന് ശേഷം സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി, കളർ മാറാതെ വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചേക്കുന്ന റൈസ് ഇട്ടിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മറിച്ച് ചൂടാക്കി എടുത്തിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചതച്ചിട്ട് ചേർത്താൽ മതി. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നട്ട്സും റൈസിൻസും എല്ലാം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സവാള ആദ്യം വറുത്ത് മാറ്റാം, കൂട്ടത്തിൽ നട്ട്സും റൈസിൻസും വറുത്ത് മാറ്റാം കേട്ടോ. എല്ലാം കൂടി ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉപ്പ് 3 കപ്പ് അരിയാണ് എടുത്തേക്കണത്. 2.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 3/4 കിലോ. 3 കപ്പെന്ന് പറയുമ്പോൾ 3/4 കിലോ അരിയാണ്, 250 ml. അപ്പോൾ അതിന് 2.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് ഇരട്ടി വെള്ളം അവിടെ തിളപ്പിച്ചിട്ട് അതുകൂടി അങ്ങോട്ട് ഒഴിച്ച് പിന്നെ സാവധാനം അതവിടെ ഇരുന്ന് വെന്തു. അപ്പോൾ ആ നേരത്തെ ഏതായാലും പപ്പക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഓംലെറ്റ് ആക്കി. പിന്നെ മീൻ കറിയും ഉണ്ട്. അപ്പോൾ മുട്ടക്ക് ഇപ്പോൾ ഭയങ്കര വിലയുള്ള സമയമായിരുന്നു. അപ്പോൾ 7 രൂപക്കാണ് ഹോൾസെയിലിൽ നിന്ന് തന്നെ മുട്ട കിട്ടിയത് കേട്ടോ. അപ്പോൾ പുറത്ത് ഒരുപാട് വില കൂടുതലായിരിക്കും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു മുട്ട ഓംലെറ്റും കൂടി ആക്കിയിട്ട് പപ്പക്ക് ഞാൻ ഊണ് കൊടുത്തു. മീൻകറി, ബട്ടർ പനീർ. ഇതേ കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഉണ്ടാക്കിയ ബട്ടർ പനീറില്ലേ, അതിൻ്റെ ഗ്രേവിയിൽ ഞാൻ പുതിയ പനീറിട്ടെടുത്തതാണ്.
പനീർ മസാല. പനീർ മസാല. അപ്പോൾ റിച്ചാൻ്റെ ഫ്രൈസ് ഉണ്ട്. ഈ സംഭവം ഇതെങ്ങനെയാണെന്ന് നോക്കുന്നല്ല, നെയ്യൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, ഏത് വേണമെങ്കിലും കഴിക്കാം. സാലഡുണ്ട്, അച്ചാറുണ്ട്. അച്ചാർ എടുത്തിട്ടില്ല, അച്ചാർ എടുത്തിട്ട് വരട്ടെ. അച്ചാറ് കളിക്കാം. ചില മരുന്ന്. അപ്പോൾ എൻ്റെ പനീർ മസാല റിച്ചാന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ഫ്രൈസൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിച്ചേട്ടാ. അപ്പോൾ ഇത് ഞാൻ പപ്പനെ വിട്ടിട്ട് മേടിപ്പിച്ചൊരു ഇത് നെയിൽ പോളിഷ് റിമൂവറിൻ്റെ പാഡുകളാണ് കേട്ടോ. ഇത് 60 രൂപയാണ് കേട്ടോ. നല്ലത് മേടിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കയ്യിൽ നിന്ന് എൻ്റെ പെട്ടെന്ന് പോവില്ല. അതുപോലെ തന്നെ എൻ്റെ ഗ്രൂമിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് പപ്പയും മേടിച്ചിട്ട് വന്നേക്കുന്നത്. പക്ഷേ അത് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ. തീരെ മോശം. അതായത് വെറുതെ ഒരു പേപ്പർ കയ്യിലിട്ട് ഉരച്ചാൽ എങ്ങനെ ഇരിക്കും, നെയിൽ പോളിഷ് പോകില്ലല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു അബദ്ധം എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു അത് വേസ്റ്റായിപ്പോയി. ഇതുവരെയും എത്ര വില കുറഞ്ഞത് മേടിച്ചിട്ടുള്ളൂ, ഇത്രയും മോശം ഒരു റിമൂവർ എനിക്ക് കിട്ടിയിട്ടില്ല. അത് മാറ്റി വെച്ചേ. അപ്പോൾ പറഞ്ഞു എനിക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കാം, തോക്കുമ്പോഴേക്കും അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, സാരില്ല, 60 രൂപയുടെ സാധനമല്ലേ, അതും കൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈകുന്നേരം ഒരു ചായയൊക്കെ ഇട്ട്, നമുക്ക് അപ്പം ഉള്ളതുകൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ല, ഒരു ചായയൊക്കെ ഇട്ട് തീർത്ത്. പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസത്തെ ഉണ്ടാക്കിയൊരു റെസിപ്പി ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങനെ വെറുതെ ഇട്ടെന്ന് മാത്രം കേട്ടോ. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയതായിരുന്നത്. ഒരു പിസ്സ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. ഏറ്റവും വലിയൊരു അബദ്ധമായിപ്പോയി. കാരണം ഞാൻ ഫ്രിഡ്ജ് തുറന്ന് ആദ്യം അത് നോക്കണമായിരുന്നു. നോക്കാതെയാണ് പിസ്സക്ക് നമ്മൾ മാവ് കുഴച്ചത് കേട്ടോ. അപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും നേരിയ ഉപ്പും മൈദയും കൂടി ഒന്നിച്ചിങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതിനകത്തേക്ക് പൊടിയിടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് തരിതരി പോലെ അധികം ഇത് പൊടി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കുഴച്ച് വെച്ചത്. അത് പൊങ്ങിക്കോളും കേട്ടോ. നല്ല മഴയുള്ള ദിവസമാണ്, എങ്കിൽ തന്നെയും അത് പൊങ്ങിയിട്ടാണ്. അപ്പം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ 10 മിനിറ്റ് ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ക്യാപ്സിക്കം എല്ലാം ചീഞ്ഞ് കിടക്കണം. ഞാൻ ഓർത്തില്ല ഇത്ര പെട്ടെന്ന് ഇത് ചീഞ്ഞ് പോയെന്ന്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ മീതൽ വേറെ സാധനങ്ങൾ അറിയാതെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അത് വെയിറ്റ് കൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചതഞ്ഞ് ചീഞ്ഞ് പോയതാണ്. അങ്ങനെ ആ ക്യാപ്സിക്കം കണ്ടപ്പോൾ തന്നെ ഇനി ഇത് ഉണ്ടാക്കണോ എന്നൊരു സംശയം തോന്നി. കാരണം ക്യാപ്സിക്കം കുറച്ചുണ്ടെങ്കിലാണ് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഏതായാലും പിസ്സ സോസ് ഉണ്ടാക്കാൻ പറ്റൂലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ഏതായാലും എന്തെങ്കിലും പിസ്സ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ നിന്നതാണ് കേട്ടോ. പിസ്സയുടേതായ ഒരു സാധനമില്ല. അതായത് ചീസ് കുറച്ചധികം സ്ലൈസ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. ചീസ് നോക്കിയപ്പോഴത്തേക്ക് ആകെ 3 സ്ലൈസേ ഉള്ളൂ. അങ്ങനെ മൊത്തത്തിൽ ശോക അവസ്ഥയായിപ്പോയി. നോക്കിയില്ല ഞാൻ ആദ്യം തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിത് കുഴച്ച് വെക്കൂലായിരുന്നു. അപ്പോൾ ഇത് സോസ് തന്നെ, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറയില്ല, ആ സംഭവം തന്നെ. കാരണം എനിക്ക് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ടുള്ള ക്യാപ്സിക്കം ഇല്ല. ഈ പെരുമഴയത്തിന് പപ്പനെ വിടാനാ ഒന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പപ്പയുടെ അടുത്ത് പറഞ്ഞാൽ അപ്പം തന്നെ പോയി മേടിച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ വഴി മൊത്തം വെള്ളമൊക്കെ ആയിട്ട് എല്ലായിടത്തും വെള്ളപ്പൊക്കം പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി അടിപൊളിയായിട്ട് ഇത്തിരി പനീറും ചിക്കൻ ബോൾസ് ഫ്രൈ ചെയ്തതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച്. അങ്ങനെ ആദ്യം സോസ് ഇട്ട് ഇത് പനീറിട്ട് ഈ ചീഞ്ഞ ക്യാപ്സിക്കത്തിൻ്റെ ചീയാത്ത 1-2 അരിക് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ഇത്രയും മാത്രമേ കിട്ടിയുള്ളൂ. അതും ഇതിനകത്തേക്ക് ഇട്ട് ഇത്തിരി സവാളയും തക്കാളിയും അതും ഇട്ട് ബോൾസും വെച്ച്, പിന്നെ നമ്മുടെ സീസണിങ്ങുകളുണ്ടല്ലോ, ഇത് ഹെർബ്സിൻ്റെയും അതുപോലെ പിസ്സ സീസണിങ്, അത് 2 എണ്ണം, നമ്മുടെ ഒറിഗാനോ അതെല്ലാം കൂടി ചേർത്തിട്ടൊക്കെ ഇട്ട്, പിന്നെ ഇത്തിരി ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി ഉപ്പ് കൂടിയിട്ട് ഇട്ട് കൊടുത്ത്. ഇത്തിരി ഉപ്പ് പൊടി ഇങ്ങനെ മീതിലിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിസ്സ കഴിക്കുന്ന സമയത്ത് ഒരു ഉപ്പ് കുറവുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതേ ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചില്ലിക്ക് വലിയ എരിവൊന്നുമില്ല, നമ്മൾ എത്ര ഇട്ടാലും ഈ ചില്ലി ഫ്ലേക്സിന് അധികം എരിവില്ല, അതുകൊണ്ട് ഞാൻ കുടഞ്ഞൊക്കെ ഇടുന്നുണ്ട്. ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട്, പിന്നെ ഈ ചീസിൻ്റെ സ്ലൈസ് എപ്പോഴും ഗ്രേറ്റ് ചെയ്ത്
മൊസറല്ല ചീസ് ഇടുന്നതാണ് നല്ലത്. അതൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ, അത് കുഴപ്പമില്ല, നമുക്ക് ഈ ചീസിൻ്റെ സ്ലൈസ് ഇട്ടാലും മതി. അപ്പോൾ സംഭവം കുറവായിപ്പോയി. ഞാൻ വിചാരിച്ചത് ഒരു 5-6 സ്ലൈസ് ഉണ്ട്, 2-3 സ്ലൈസ് അടിയിലും 2-3 സ്ലൈസ് മുകളിലും ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ മുകളിലിടാനുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ഇതിൻ്റെ മീതിൽ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് ഓവണും പ്രീ ഹീറ്റായി വന്ന് അപ്പം നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് ചെയ്യും. എന്നിട്ടത് ഓവണിൻ്റെ വലിയ റാക്ക്, പൊക്കമുള്ള റാക്കിൽ വെച്ച്, കാരണം നമ്മുടെ ഇത് ഓവൻ ഈ ബ്രൗണിങ് ഇല്ലല്ലോ ഇപ്പം, അപ്പം അതുകൊണ്ടത് ബ്രൗണിങ് ആണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പൊക്കത്തിൽ വെച്ചതാട്ടോ. അപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം ബ്രൗണിങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 12 മിനിറ്റ് അതും കൂടി വെച്ച് പിന്നെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും റിച്ചാർഡ് പറഞ്ഞ് മമ്മി ഒരു 5 മിനിറ്റ് കൂടി ഇട്ടാൽ നന്നായിരിക്കും. എന്നിട്ട് ടോട്ടൽ 17 മിനിറ്റ് ഇട്ട് പിസ്സ റെഡിയാക്കി എടുത്തു. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു ഇത് ഫ്ലോപ്പ് പിസ്സയാണല്ലോ, വേണ്ട സാധനങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട, ചിക്കൻ ബോൾസൊക്കെ ഇട്ടിട്ടുണ്ട്, പനീറൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സീസണിങ് എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, അതും ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ കറക്റ്റ് പിസ്സ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ആയി. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. ഇപ്പം ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല മഴയാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പിസ്സ ആയതുകൊണ്ട് തന്നെ ചെറിയ ഒരു കട്ടൻ ചായ മാത്രമാണ് ഇട്ടത്, പാൽച്ചായയൊന്നും ഇട്ടില്ല. പിന്നെ ഇന്നലത്തെ നമ്മളുടെ വീഡിയോൻ്റെ കീഴിലുള്ള ഒരു കമൻറ്റ് കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഒരു മോൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ കുട്ടി വണ്ണം കൂടിയതുകൊണ്ട് തന്നെ ബോഡി ഷെയ്മിങ്ങിന് ഇരയായി നടക്കുന്നതാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വിവാഹം പോലും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്നൊക്കെയുള്ള കമൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അതുപോലെ സ്വന്തം കുറവുകളെ അതിൽ എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം വിവാഹിതരായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയില്ല. പക്ഷേ ഈ മോളുടെ കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. അത് എന്തോ ഒരു ഭയങ്കര വിഷമമായിരുന്നില്ല അത് വായിച്ചു കഴിഞ്ഞിട്ട്. ഈ സമൂഹം എന്തെങ്ങനെ ആയിപ്പോയതെന്നുള്ള ഒരു വിഷമം നമ്മൾക്ക് തോന്നും. എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഉള്ള ഒരു കാര്യം. പിന്നെ നമ്മളിത് ഈ സൂപ്പിൻ്റെ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നല്ല മഴ പെയ്യുമ്പോൾ ഇത്തിരി സൂപ്പ് കഴിച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് റിച്ചാർഡിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. എനിക്ക് പപ്പക്കൊന്നും ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയില്ല, അവന് വേണ്ടിയിട്ട് ഒരു പകുതി പാക്കറ്റാണ് എടുത്തത്. അപ്പോൾ 600 ml ആണ് ഫുള്ളായിട്ട് പാക്കറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ 600 ml വെള്ളം. ഇതിപ്പോൾ ഞാൻ 300 ml വെള്ളം എടുത്തിട്ട് അവന് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടകൾ മാറ്റിയിട്ടാണ് അത് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു സിമ്മിലിട്ട് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യുക കേട്ടോ. എന്താ തുണി അലക്കാനിട്ടേക്കോ? ഈ ടെറസിനെ വെള്ളം കിട്ടി പിസ കട്ട് ചെയ്യാൻ പോണു. പൂളൊക്കെ കിടന്ന് ഓടുക. എന്താ മറ്റേ മമ്മിയുടെ ബാത്റൂം കഴുകുന്ന സാധനമില്ലേ, ബ്രഷ് പോലത്തെ സാധനം, അത് കാലയിലിട്ടിട്ടുണ്ടല്ലേ തൈരിന്റെ അവിടെ കറുത്ത് വീടുണ്ടല്ലേ, അത് പഞ്ഞില്ല. അത് ചെയ്യാനൊരാളുള്ളത് കൊണ്ട് കൊള്ളാം. അതെനിക്ക് വീണിട്ട് വേണം, ഞാൻ പറയണ്ടേ ഇൻഷുറൻസ് ഇല്ലെന്ന്. ഇതെങ്ങനെ കട്ട് ചെയ്യാ? ഇത്രയും വലിയ പീസസാ. ഇതെന്താണ് ഈ കാട്ടണത്? നിക്കി അത് പോയി, അത് നമുക്ക് മുറിക്കാടോ. അതല്ലെന്ന് താൻ എന്താണ് ഈ സെന്റർ വെക്കാന്? അത് ഞാനേ ഇതിന്മേൽ കൊള്ളിക്കാതെ മുറിക്കാൻ നോക്കിയതാ. അതായത് ഒരു പീസില് അല്ല അവിടെ ബോളുള്ളത് കൊണ്ടല്ലേ തനിക്ക് വെക്കാൻ. എന്റെ പൊന്നെ, ഇതാണ് പിസ്സ. എഴുതിയോട്ടെ. ഈടെ ഞാനിത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നുമില്ല, എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കണേ. ഇതാണ് പിസ്സ. തിന്നോക്ക്. എന്റെ ഫേവറേറ്റ് സൂപ്പ്. ഓ ഉപ്പില്ല. റിച്ചാർഡ് മൊത്തം കുറ്റമൊക്കെ പറഞ്ഞേട്ടാ. ബെഡ്ഷീറ്റ് ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിട്ടേക്കണ പോലെ ഉണ്ട്, ചീസ് സ്ലൈസ് അതിലിട്ടേക്കണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ആളിത് മൊത്തം കഴിച്ച അതിനകത്ത് നിന്ന് ഒരു ചെറിയ പീസ് മാത്രമേ ഞാൻ കഴിച്ചത്. പപ്പ പിന്നെ കഴിക്കില്ല, ചിക്കൻ ബോൾസ് ഇട്ടേക്കണോണ്ട്. എന്നിട്ട് ഇത് മൊത്തം കഴിച്ചിട്ട് രാത്രി അവന് ഊണ് കഴിച്ചതും ഇല്ല കേട്ടോ, ഡിന്നർ വേണ്ട. മുറി
600. ആ സൂപ്പ് പിന്നെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. സൂപ്പ് എത്ര കൊള്ളൂലേ? ഞാനുണ്ടാക്കാത്തോണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ പറഞ്ഞത് അത് ഞാനുണ്ടാക്കിയതല്ല എന്ന് വിചാരിച്ചു. കൊള്ളാം. പനീറും കൊള്ളാം. പനീർ ഇട്ടിട്ട് കൊള്ളാല്ലേ? എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. പനീർ പിസ്സ കണ്ടിട്ടില്ലേ? എടാ ഈ ചീസ് കുറച്ച് അധികം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് 3 പീസ് ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്. ഞാൻ വിചാരിച്ച അടിയിൽ ബെഡ്ഷീറ്റോടെ കാട്ടേക്കാം ടെറസിൻ്റെ ഉള്ളിൽ അങ്ങനെയല്ലേ? എങ്കിലും വൈകുന്നേരം മഴയത്തിരുന്ന് തിന്നാനൊരു സാധനം ആയില്ലേ? മഴ പോയി. നല്ല മഴയുണ്ട്. നോക്ക് വെറുതെ ഓടൊക്കെ കുതിർന്നും കിടക്കുക. ഇവിടെ പപ്പ ഇവിടെ മഴയത്ത് തേച്ച് കഴുകണേന് നിന്ന്. ഇത് തേച്ച് കഴുകൽ കഴിഞ്ഞ എന്താണ് മുത്തേ? അവിടെ മുത്ത് ആമിടെ പൊന്നി കൊച്ച് പുറകെ നടക്കണേടാ. അപ്പൊ ആ പ്ലേറ്റിൽ ഞാൻ തിന്നിട്ട് തന്നെ. ഇത് അധികം പ്രായമുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ല. ആണോ? അപ്പൊ എനിക്ക് തിന്നാ. എനിക്കധികം പ്രായമായിട്ടില്ലല്ലോ. 95 വയസ്സെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? 95 വയസ്സ് തന്നെ പപ്പടം കൂടെ ഒന്നിച്ച് ചേർത്തതാ. അപ്പൊ 190 ആവില്ല. കണക്കിൽ തന്നെ പൊട്ടിക്കാൻ ആരും ആയിട്ടില്ല കുട്ടി. ആകടാ ഇപ്പൊ തന്നെ പറഞ്ഞു കുട്ടീന്ന്. ഇവിടെ ആരാണ് ഇത് കുറുവെന്ന് പറയണത്? എവിടെ വന്നിരിക്കണടാ കുഞ്ഞ് നമ്മുടെ മുത്തിരിക്കണേ. ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉണ്ടല്ലോ. ഇത് കാണുമ്പോ എന്താ ഓർക്കണെന്നറിയോ? മറ്റേ ടയറ് അതോർത്തിട്ട് തന്നെയാണല്ലോ നിക്കണത്. ടയർ ഇങ്ങനെ പെരുന്നാളൊക്കത്തിന്നൊക്കെ മേടിക്കൂല ഇങ്ങനെ ട്രെന്ന് പറഞ്ഞിട്ടൊരു സാധനം. എന്നിട്ട് കിണി മണിയൊക്കെ അടിച്ചിട്ട് ചണ്ണൊക്കെ മേടിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ അതിനൊക്കെ പച്ച കളറിൽ മേടിച്ചു തന്നിട്ടുണ്ട്. തോമ്പടി പള്ളി പെരുന്നാളിന് ആരോ ഒരാൾ മേടിച്ചു തന്നാണ്. ചേച്ചിയാ അങ്ങനെ കൂടെ വന്നത് ആരോ. നിനക്കാണ് ഏറ്റവും കൂടുതൽ മേടിച്ചു തന്നേക്കണത്. റയനും റോജറിനും ഒന്നും മേടിച്ചിട്ടില്ല. ആദ്യത്തെ കുട്ടികൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ. ഞാൻ നിങ്ങളെ കൊണ്ട് മേടിച്ചിരിക്കുന്ന പകുതി പോലും പകുതിയെക്കാട്ടും കൂടുതൽ അവന്മാര് മേടിച്ചിട്ടുണ്ട്. പിന്നെ നീയാണ് വഴിയിൽ കുത്തിയിരിക്കണത് റോഡിന്റെ നടുക്ക്. പിന്നെ ഞാൻ നടന്നങ്ങോട്ട് പോകും. അപ്പൊ കരഞ്ഞു മെഴുകി പുറകെ അരിശം കയറി വരും. ഒന്നും കൂടി അലറി വിളിച്ച് അതായത് ഒറ്റക്കിരിക്കണ പേടി. അതായത് വഴിയിലിട്ടിട്ട് പോകണേണ്. കാരണം ഇത് സ്ഥിരം നാടകവേദിയാണ്. വഴിയിൽ ആളെ അവിടെ അന്ന് എവിടെ ഇരുന്നോ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പീഡിന് മുന്നോട്ട് നടക്കും. അപ്പം അങ്ങോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. അവസാനം മഞ്ഞിലെന്നാണ് വെറുതെ ഇല്ലേ അലറി വിളിച്ചാണ് അത് പറഞ്ഞിട്ട് പുറകെ വന്നിട്ട് എനിക്കിട്ടൊരു ഇടിയൊക്കെയാണ്. എന്നിട്ട് തിന്നാ മതി. ഒരു തിരത്തോണ്ട് അവറിയിലിരുന്ന്